ഇന്ന് ഞാനൊരു യാത്ര പോയപ്പോൾ വഴിയരിയിൽ നമ്മളൊരു കുറച്ച് പുളിയൊക്കെ ഉള്ള ഒരു കുറച്ച് മുന്തിരിങ്ങ എനിക്ക് കിട്ടി. ആ മുന്തിരിങ്ങ കൊണ്ടുവന്നപ്പോൾ അതിന് ഇടയ്ക്ക് വെച്ച് മോള് പറയുന്നുണ്ടായിരുന്നു, ഇപ്പോൾ ക്രിസ്മസ് വരുന്നു, പുതുവത്സരം വരില്ല, നമുക്ക് വൈൻ വേണമെന്ന് പറഞ്ഞു. കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഈ വൈനൊക്കെ എന്ന് പറയുമ്പോൾ എന്തൊക്കെ ചേരുവകൾ ചേർക്കും നമുക്ക് കറക്റ്റ് അറിയില്ല. അപ്പം നിലവിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതുപോലൊരു വൈൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ രീതിയിൽ തന്നെ ഇപ്രാവശ്യം ഞാൻ വൈൻ ഉണ്ടാക്കാമെന്നുള്ള തീരുമാനത്തിലായിരുന്നു. അങ്ങനെ ഞാൻ ഏകദേശം ഒരു 2 കിലോയോളം മുന്തിരിങ്ങ കൊണ്ടുവന്നത്. അത് നല്ല രീതിയിൽ തന്നെ കഴുകി വൃത്തിയാക്കി. എന്നിട്ട് ഞാനൊരു കുക്കർ എടുത്തു. ഒരു 5-7 ലിറ്ററിൻ്റെ കുക്കറാണിത്. അതിനകത്ത് ഞാനൊരു അര കിലോ മുന്തിരിങ്ങയ്ക്ക് ഒരു 300 ഗ്രാം പഞ്ചസാര എന്നുള്ളൊരു കണക്കിലാണ് ഞാൻ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം മുന്തിരിങ്ങ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പഞ്ചസാര അത് നല്ല ഒരു 1.5 ലിറ്ററിൻ്റെ ഒരു കപ്പിനകത്ത് ഏകദേശം ഞാനൊരു 3 ലിറ്ററോളം വെള്ളം ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളൂ. 3 ലിറ്റർ വെള്ളം ആഡ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതിൻ്റെ ചെറിയ അതായത് ഇത്തിരി മണവും രുചിയും ടേസ്റ്റും ഒക്കെ ഇത്തിരി കൂടെ കിട്ടാൻ വേണ്ടി ഞാൻ അല്പം പട്ട, അതുപോലെ ഗ്രാമ്പു ഇത്തിരി തോനെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 10-20 എണ്ണത്തിന് മുകളിൽ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു എരിവും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയാണ്. അതുപോലെ ഏലക്ക, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഞാനിത് തിളപ്പിക്കാൻ നല്ല രീതിയിൽ തിളച്ച്, അതായത് ഒറ്റ വിസിൽ മാത്രം ഞാനൊന്ന് വെയിറ്റ് ചെയ്തു. ഒരു വിസിൽ വന്നതിന് ശേഷം അത് ഞാൻ അതേ രീതി തന്നെ, അതായത് ഞാൻ ചെയ്യുന്നതിൻ്റെ അന്ന് ചെയ്യുന്ന ഈ തുടക്കം, അതായത് ഈ മുന്തിരിങ്ങ കഴുകി ഈ വെള്ളമെല്ലാം എടുത്ത് നല്ല വൃത്തിയാക്കി വെച്ച് അത് ആദ്യത്തെ ദിവസമായിരുന്നു. ആദ്യത്തെ ദിവസം തന്നെ അത് വേവിച്ച് ഞാൻ നിർത്തി. രാത്രിയായപ്പോഴത്തേക്ക് ഞാൻ വേവിച്ച് നിർത്തിയിട്ട് അടുത്ത ദിവസം, അതായത് 2ാമത്തെ ദിവസം രാവിലെ എന്നിട്ടാണ് ഞാൻ തുറന്നപ്പോൾ തന്നെ ഏകദേശം അതിൻ്റെ പൾപ്പും കാര്യങ്ങളെല്ലാം നല്ലപോലെ വെന്ത് റെഡിയായിട്ട് വന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ ഞാനൊരു ഈസ്റ്റ്, അത് അധികമൊന്നുമില്ല, ഏകദേശം ഒരു ചെറിയ ടേബിൾ സ്പൂൺ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ആ ഈസ്റ്റ് കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ തൊണ്ടയിൽ നിന്ന് താഴോട്ട് ഈ വൈൻ കുടിക്കുമ്പോൾ ഒരു ചെറിയ എരിച്ചിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതുകൊണ്ട് ഇത് ഞാനിപ്പോൾ കൂടുതൽ ഉപയോഗിച്ചിട്ടില്ല. അപ്പം ഈസ്റ്റും കാര്യങ്ങളൊക്കെ ചേർത്തു. ആ 2ാമത്തെ ദിവസമാണ് ഈസ്റ്റ് ചേർത്തത്. എന്നിട്ട് വൃത്തിയുള്ളൊരു തവി എടുത്ത് അതിനകത്ത് ജലാംശമോ കാര്യമൊന്നും ഉണ്ടാകരുത്, നല്ല രീതിയിൽ തന്നെ അത് ഇളക്കിയതിന് ശേഷം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനകത്താണ് ഞാൻ കുക്കർ വെച്ചത്. കാരണം ഇവിടെയൊക്കെ ഉറുമ്പിൻ്റെ ശല്യമുണ്ട്, ശവന്തിൻ്റെ ഉറുമ്പിൻ്റെ ശല്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈ ഉറുമ്പെല്ലാം കൂടെ വന്ന് ഇതിനകത്തൂടെ കയറും എന്നുള്ളത് ഇതുകൊണ്ടാണ് ഞാൻ പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് കുക്കർ മാറ്റി വെച്ചത്. പിന്നെ അതിന് ശേഷം ആ ഈസ്റ്റ് ഇട്ടതിൻ്റെ ആദ്യത്തെ ദിവസം കഴിഞ്ഞ് 2ാമത്തെ ദിവസം അതേ സമയത്ത് തന്നെ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ഏകദേശം ഇതുപോലെ ഫെർമെൻറ്റേഷനൊക്കെ നടന്ന് ഏതാണ്ട് വൈൻ ഇങ്ങനെ പുളിപ്പ് വന്ന് റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പം അതും വീണ്ടും അതേ രീതിയിൽ തന്നെ നല്ലൊരു തവി എടുത്ത് ജലാംശമൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ തുണി കൊണ്ട് ഒപ്പിയിട്ട് അത് വെച്ച് ഞാൻ നല്ലതുപോലെ ഇളക്കി. അങ്ങനെ ആദ്യത്തെ ദിവസവും 2ാമത്തെ ദിവസവും 3ാമത്തെ ദിവസവും ഞാനത് വൃത്തിയായിട്ടത് ഇളക്കി നല്ല പരുവത്തിന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ വെച്ച് ഏകദേശം ഒരു 4ാമത്തെ ദിവസം ആണ് ഞാനിത് മറ്റു കുപ്പികളിലേക്ക് ഇത് പകരുമ്പോൾ നല്ല രീതിയിൽ നല്ല ടേസ്റ്റുള്ള നല്ലൊരു വൈൻ തന്നെ എനിക്ക് കിട്ടിയത്. അപ്പം അതിനകത്ത് വലിയ രീതിയിലുള്ള മധുരമോ അല്ലെങ്കിൽ നമുക്ക് തൊണ്ടയിൽ നിന്ന് ഇറങ്ങുന്ന രീതിയിൽ എരിച്ചിലോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് കുട്ടികൾക്ക് വേണമെങ്കിലും കുടിക്കാൻ പറ്റുന്നത് നല്ലൊരു വൈൻ തന്നെയാണിത്. അപ്പം ഏകദേശം ഒരു 3-4 ദിവസം കൊണ്ടാണ് ഞാനിത് തയ്യാറാക്കിയെടുത്തത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, നമ്മൾ ചെയ്യുന്ന ഏത് പാത്രമായാലും ഒരു തവി ആയാൽ പോലും അത് വൃത്തിയായിട്ടുള്ളത് മാത്രം എടുക്കുക, അതിനകത്ത് ജലാംശമോ മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാവരുത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. ഓക്കെ, താങ്ക് യു.